ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ വലിയ വിമർശനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയായ മേഗ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെയും ഉയരുന്നത്. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാൻ കാരണമെന്താണ്? കൈരളി വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 3 റീച്ചുകളിലായി തരംതിരിച്ചാണ് കാസർഗോഡ് ജില്ലയിൽ NH-66 നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ചെങ്കളം മുതൽ തലപ്പാടി വരെ 39 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആദ്യ റീച്ചിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു ആദ്യ റീച്ചിന്റെ കരാർ. ചെങ്കളം മുതൽ നീലേശ്വരം വരെ നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ദേശീയപാതയിലെ റീച്ച് 2-ലെ ചെർക്കള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു 10 ആൾ ഉയരത്തിലുള്ള ഒരു മലയാണ് ഇത് പൂർണ്ണമായും ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഇടിച്ച് ഇവിടെ കോൺക്രീറ്റ് കൊണ്ടൊരു സീൽ പണിതിട്ടുണ്ട്. പക്ഷെങ്കിൽ കഴിഞ്ഞ ആഴ്ച പെയ്ത കനത്ത മഴയിൽ ഈ സീലൊക്കെ ഇടിഞ്ഞ് മണ്ണൊക്കെ ഇടിഞ്ഞ് നിലത്ത് നിൽക്കുന്നൊരു ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തത്. ഒരു ജോലി പോലും ഈ റീറ്റെയിനിങ് വാൾ നേരെയാക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി പോലും ഈ ഒരാഴ്ച കാലമായി ഈ കമ്പനി ചെയ്തിട്ടില്ല എന്നുള്ള നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മഴ കനത്തതോടെ 2-ാം റീച്ചിലെയും 3-ാം റീച്ചിലെയും പല ഭാഗത്തും മണ്ണിടിഞ്ഞു. റോഡുകളിൽ വിള്ളൽ വീണ് ദേശീയപാതയുടെ സമീപത്ത് സ്ഥാപിച്ച സുരക്ഷാ ഭിത്തികളും തകർന്നു. കരാർ ഏറ്റെടുത്ത മേഗ കൺസ്ട്രക്ഷൻസ് കമ്പനി ഇതുവരെയായും തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ശ്രമിച്ചില്ല എന്നതും പ്രശ്നം ഗുരുതരമാക്കുന്നു. മഴ കനത്താൽ കുന്നിന് മുകളിലുള്ള വീടുകൾ തകരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇതിന്റെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച് ഏകദേശം 90% ഒരു പരാതിയോ മറ്റാശങ്കക്കോ ഇടവരുത്താണ്ട് ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ കോഴിക്കോട്ടെ ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഏറ്റെടുത്തത്. അതിനുശേഷം ചെർക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് എടുത്തിരിക്കുന്നത് മേഗ കമ്പനിയാണ്. അതിൻ്റെ പ്രവൃത്തി മറ്റുള്ള പ്രവൃത്തിനേക്കാളും ഏറ്റവും മന്ദഗതിയിൽ നീങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് മേഗ കമ്പനി ഏറ്റെടുത്ത ഈ പ്രവൃത്തി. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഈ പാത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കാണ്ട്, ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാണ്ട്, അശാസ്ത്രീയമായി ഇവിടുത്തെ എല്ലാ കാലാവസ്ഥയ്ക്കും എതിരായി നിൽക്കുന്ന രീതിയിലേക്കാണ് ഈ പ്രവൃത്തി ആരംഭിച്ചതിന്റെ ദുരന്തമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെയുള്ള സംഭവങ്ങളാണ് തൊട്ടപ്പുറത്ത് ഇടിഞ്ഞിട്ടുണ്ടായിട്ടുമ്പോൾ ജില്ലാ കളക്ടറും മറ്റ് അധികാരികളെല്ലാം വന്നിട്ട് റിട്ടേണിംഗ് വാള് ഉടനെ 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതുവരെയായിട്ടും ആ ഇടിഞ്ഞ ഭാഗത്ത് റിട്ടേണിംഗ് വാള് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ചെങ്കളം മുതൽ തലപ്പാടി വരെ നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ദേശീയപാതയിലെ റീച്ച് 1-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഊരാലുങ്കൽ സൊസൈറ്റിയാണ് ഇവിടെ നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തത്. ഈ റോഡ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. മറ്റു പണികൾ അന്തിമഘട്ടത്തിലാണ്. ഇതേ കാലയളവിൽ പണി തുടങ്ങിയ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീച്ച് 2-ലെയും റീച്ച് 3-ലെയും പണി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ക്യാമറമാൻ ഷൈജു പിലാത്തറക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.